لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുത്തമമായ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള നാമങ്ങൾ അൽ മലികു, അൽ മാലികു, അൽ മലീകു. അൽ മലിക്, അൽ മാലിക്, അൽ മലീക്. അൽ മലിക് എന്നാൽ രാജാവിന് അൽ മലിക് എന്ന് പറയും. അൽ മാലിക് എന്നാൽ ഉടമസ്ഥൻ. ഈ മൂന്ന് രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അവന്റെ ഈ നാമം പറഞ്ഞിട്ടുണ്ട്. അഥവാ അള്ളാഹുവിൻ്റെ രാജാധിപത്യവും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയുമാണ് ഈ നാമങ്ങൾ അറിയിക്കുന്നത്. അള്ളാഹു അൽ മലിക്കാണ്, അള്ളാഹു അൽ മാലിക്കാണ്, അള്ളാഹു അൽ മലീക്കാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അൽ മലിക് എന്ന നാമം പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ മലികുൽ ഖുദ്ദൂസ്. ശേഷം ഒരുപാട് നാമങ്ങളുണ്ട്. നമ്മൾ തെളിവുമായി ബന്ധപ്പെട്ട ഈ നാമവുമായി ബന്ധപ്പെട്ട ആ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു പറഞ്ഞു, അവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല, അവനല്ലാത്ത ആരാധനക്കർഹനായി മറ്റാരുമില്ല. അവൻ അൽ മലിക്കാകുന്നു, അഥവാ അവൻ ആധിപത്യമുള്ളവനാണ്. മറ്റൊരായത്തിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പറഞ്ഞു, ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ്. യഥാർത്ഥ രാജാവായ ആധിപത്യമുള്ളവനായ അല്ലാഹു അവൻ എത്രയോ ഉന്നതനായിരിക്കുന്നു. അതുപോലെ അൽ മലീക് എന്ന നാമം സൂറത്തുൽ ഖമറിൽ നമുക്ക് കാണാം. അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ. തീർച്ചയായും തഖ്വ പാലിച്ച ആളുകൾ, മുഅ്മിനീങ്ങൾ, അവർ പരലോകത്ത് അരുവികളിലും തോട്ടങ്ങളിലുമായിരിക്കും, അഥവാ സ്വർഗീയ സുഖാനുഭൂതിയിലായിരിക്കും. ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. സത്യപ്രകാരമുള്ള ഇരിപ്പിടം, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വെച്ച സ്വർഗീയ ആരാമങ്ങൾ, സ്വർഗീയ സുഖ സൗകര്യങ്ങൾ ഇൻദ മലീകിൻ മുഖ്തദിർ. മലിക്കും മുഖ്തദിറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അരികിൽ. അൽ മലിക് എന്നാൽ സർവാധിപത്യമുള്ളവൻ, അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അരികിൽ അവർക്ക് സത്യപ്രകാരമുള്ള ഇരിപ്പിടമുണ്ട്. ഇവിടെയും അള്ളാഹുവിൻ്റെ അൽ മലീക് എന്ന നാമമാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആധിപത്യമുള്ളവനാണ്, അധികാരമുള്ളവനാണ്, അതോടൊപ്പം അവൻ ഉടമസ്ഥനുമാണ്. എന്താണ് ആ വ്യത്യാസം? സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരാൾ രാജാവായിരിക്കും, അധികാരമുണ്ടാകും, ആധിപത്യമുണ്ടാകും, പക്ഷേ കാര്യങ്ങൾ അയാളുടെ ഉടമസ്ഥതയിലായിരിക്കുകയില്ല. നേരെ തിരിച്ച് ഒരുപാട് സ്വത്തും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഉടമസ്ഥതയിലുണ്ടാകും, പക്ഷെ അതിൻ്റെ അധികാരം ഉണ്ടാവുകയില്ല. ഇതാണ് പടപ്പുകളുടെ അവസ്ഥ.
എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരേ സമയം രാജാവുമാണ്, അധികാരമുള്ളവനാണ്, ആധിപത്യമുള്ളവനാണ്, അതോടൊപ്പം അവൻ ഉടമസ്ഥനുമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ, അൽ മലിക്, അൽ മലീക്, അൽ മാലിക് എന്ന നാമം അതറിയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണമായ ഖുവ്വത്താണ്, ശക്തിയാണ്. അധികാരമുണ്ട്, ഉടമസ്ഥതയുമുണ്ട്. അങ്ങനെയുള്ളവനാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ അവന്റെ ശക്തി അത് പരിപൂർണമാണ്. അവൻ എല്ലാവരെക്കാളും ശക്തിയുള്ളവനാണ്. അതുപോലെ തന്നെ അവൻ അങ്ങേയറ്റം പ്രതാപമുള്ളവനാണ്, ഇസ്സത്തുള്ളവനാണ്. അതുപോലെ തന്നെ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, ഖുദ്റത്തുള്ളവനാണ്. അവൻ എല്ലാവരെ കുറിച്ചും അറിവുള്ളവനാണ്. എല്ലാറ്റിനെ കുറിച്ചും അവൻ അറിയാം. എല്ലാറ്റിൻ്റെയും അറിവ് ചൂഴ്ന്നിരിക്കുന്നു. അവന്റെ അറിവ് എന്നത് എല്ലാറ്റിനെയും ചൂഴ്ന്നിരിക്കുന്നു. അതുപോലെ തന്നെ അവന്റെ യുക്തി അത് പരിപൂർണമായ യുക്തിയാണ്. ഒരു കാര്യം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവന്റെ പരിപൂർണമായ യുക്തി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അല്ലാഹു അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതവൻ തീരുമാനിക്കും, അതവൻ നടപ്പിലാക്കും. ഒരു കാര്യം മാറ്റിമറിക്കാൻ, കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ, നിയന്ത്രിക്കാൻ ഉള്ള പരിപൂർണമായ അർഹത, കഴിവ്, ശക്തി എല്ലാം അള്ളാഹുവിനുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അവൻ സൃഷ്ടികളോട് ഏറെ ദയയും കാരുണ്യവും ഉള്ളവനാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരവും ഉടമസ്ഥതയും പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു പറഞ്ഞു, വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിനാകുന്നു ആകാശഭൂമികളിലുള്ള സർവ്വതിന്റെയും അധികാരം, ഉടമസ്ഥത. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നിങ്ങൾ നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടികളിൽ ചിലപ്പോൾ ലോകം അടക്കി ഭരിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടായേക്കാം. പക്ഷെ അവർ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരത്തിന് കീഴിലാണ്. എന്തുകൊണ്ടാണ്? സൃഷ്ടികളുടെ അധികാരം ഒന്നല്ലെങ്കിൽ അവർ അധികാരം വിട്ടൊഴിയും, അതല്ലെങ്കിൽ അധികാരം അവരെ വിട്ടൊഴിയും. അതിലെ അവർ മരിച്ചു പോകും. വേറെ ആളുകൾ പകരം അധികാരത്തിൽ കയറും. അതല്ലെങ്കിൽ അവർ തന്നെ അധികാരം വേണ്ടെന്ന് വെച്ച് മാറി നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അധികാരം എന്നത്, അവന്റെ ഉടമസ്ഥത എന്നത് പരിപൂർണമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവന്റെ അൽ മലിക്, അൽ മലീക് എന്ന നാമം അറിയിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഇതാണ്. അവന്റെ ഈ നാമത്തിൽ അടങ്ങിയ വിശേഷണം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അവന്റെ കഴിവും ശക്തിയും പ്രതാപവും നിങ്ങൾ നോക്കൂ. പരിപൂർണമായ ശക്തി പടപ്പുകളിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരി അതല്ലെങ്കിൽ ഒരു രാജാവ് ലോകം അടക്കി ഭരിച്ചാലും ശരി, ആ ഭരണാധികാരിക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിന്റെ കീഴിലുള്ള വലിയ സൈന്യമാണ് ആ ശക്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ദാത്ത് കൊണ്ട് ഖുവ്വത്തുള്ളവനാണ്. അവൻ അങ്ങേയറ്റം ശക്തിയുള്ളവനാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു അങ്ങേയറ്റം പ്രതാപമുള്ളവനാണ്. ഒരു നിന്ദ്യത അതല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു ന്യൂനത റബ്ബ് സുബ്ഹാനഹു വ തആലക്കില്ല. അവന്റെ അറിവ് നോക്കൂ, എല്ലാവരെ കുറിച്ചും അവൻ അറിയുന്നവനാണ്. എല്ലാറ്റിനെ കുറിച്ചും അവൻ അറിയാം. എന്നാൽ സൃഷ്ടികളിലെ ഉടമസ്ഥനാകട്ടെ, ഭരണാധികാരിയാവട്ടെ, രാജാവാവട്ടെ, അവർക്ക് എല്ലാവരെ കുറിച്ച് അറിയാൻ പറ്റുമോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാത്രം ദുനിയാവിലും ആഖിറത്തിലും അഥവാ ഇഹലോകത്തും പരലോകത്തും ആകാശഭൂമികളിലും നമ്മൾ കണ്ടതും കാണാത്തതും
എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം ഒരേ സമയം ഉടമസ്ഥനാണ്, ഒരേ സമയം ആധിപത്യമുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ നാമവുമായി ബന്ധപ്പെട്ട് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ എല്ലാവരും അള്ളാഹുവിൻ്റെ മുൽക്കിന്, ഉടമസ്ഥതക്ക്, അവൻ്റെ ആധിപത്യത്തിന് കീഴിലാണുള്ളത്. ഒരാളും അതിൽ നിന്ന് പുറത്തു കടക്കുന്നില്ല. മാത്രമല്ല എല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. എല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. എന്നാൽ സർവാധിപത്യമുള്ള, എല്ലാ ഉടമസ്ഥതയുമുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ആകട്ടെ അവന്റെ സൃഷ്ടികളിൽ നിന്ന് ധന്യനാണ്. അവൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. അങ്ങനെയുള്ള ഉടമസ്ഥനാണ് അവൻ. അങ്ങനെയുള്ള ആധിപത്യമുള്ള രാജാതിരാജനാണ് അവൻ. പടപ്പുകൾക്ക് ഇതുണ്ടാവോ? ഇല്ല. പടപ്പുകൾ വലിയ ഉടമസ്ഥതയിലുണ്ടാവും. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ടാകും. എൻ്റെ ഉടമസ്ഥനായിരിക്കും. പക്ഷെ ഇയാൾ ഒറ്റയ്ക്ക് വിചാരിച്ചത് നടക്കോ? ഇല്ല. ഒരുപാട് ആളുകൾ നോക്കാൻ വേണം, ഒരുപാട് ആളുകൾ നിയന്ത്രിക്കാൻ വേണം. പലരുടെയും സഹായം, പരസഹായം സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാളുടെയും ആവശ്യമില്ല. ഒരാളുടെയും ആശ്രയം അള്ളാഹുവിന് ആവശ്യമില്ല. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാകട്ടെ ധന്യനാണ്. അൽ ഹമീദ്, അവൻ എല്ലാ സ്തുതിക്കും അർഹതയുള്ളവനുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അവന്റെ മുൽക്ക്, അവന്റെ അധികാരം, അവന്റെ ആധിപത്യം, അതിന്റെ കീഴിലാണ് എല്ലാവരും ഉള്ളത്. അവനാകട്ടെ തിരിച്ച് ഒരാളുടെയും ആശ്രയം ആവശ്യവുമില്ല. അള്ളാഹുവിന്റെ അൽ മലിക്, അൽ മലീക്, അൽ മാലിക് എന്ന നാമവുമായി ബന്ധപ്പെട്ട് മൂന്നാമതായി അതിലടങ്ങിയിട്ടുള്ള കാര്യം അള്ളാഹുവിന്റെ പരിപൂർണമായ നടപ്പിലാക്കപ്പെടുന്ന നിയന്ത്രണാവകാശമാണ്. അള്ളാഹു ഉടമസ്ഥനാണ്, ആധിപത്യമുള്ള രാജാതിരാജനാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതവൻ നടപ്പിലാക്കും. യഫ്അലു മാ യശാ, അതിനവന് ഒരാളുടെയും സമ്മതം ആവശ്യമില്ല. ഒരാളുടെയും സമ്മതമോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല അനുമതിയോ അള്ളാഹുവിന് ആവശ്യമില്ല. അള്ളാഹു അവന്റെ അധികാരം കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചത് തീരുമാനിക്കും, അവൻ ഉദ്ദേശിച്ചത് അവൻ വിധിക്കും. അവന്റെ തീരുമാനത്തെ തടുക്കാനോ അവന്റെ വിധിയെ ഇല്ലായ്മ ചെയ്യാനോ ഒരാളും തന്നെ ഇല്ല. അങ്ങനെയുള്ള പരിപൂർണനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ആ പറഞ്ഞ കാര്യത്തിൽ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ഖദർ, അവന്റെ ഖലാഉ ഖദർ. അള്ളാഹു ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുന്നേ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് പരിപൂർണമായും അവന്റെ ഉടമസ്ഥതയിലുള്ള, അവന്റെ അധികാര പരിധിയിലുള്ള കാര്യമാണ്. അതാർക്കെങ്കിലും തിരുത്താൻ സാധിക്കുമോ? ഇല്ല. ആർക്കെങ്കിലും അതിൽ മാറ്റം വരുത്താൻ സാധിക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അൽ മാലിക്കാണ്, അൽ മലിക്കാണ്, അൽ മലീക്കാണ് എന്നതിന്റെ തെളിവാണത്. ഒരാൾക്കും അവന്റെ ആ ഖദറിനെ മാറ്റിമറിക്കാൻ സാധിക്കുകയില്ല. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമൊന്നു മാത്രമാണ്. അതിലടങ്ങിയ രണ്ടാമത്തെ കാര്യമാണ് അള്ളാഹുവിന്റെ മതപരമായ നിയമനിർദ്ദേശങ്ങൾ. അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു, കിതാബ് അവതരിപ്പിച്ചു, അവൻ മതനിയമങ്ങൾ നിശ്ചയിച്ചു. ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും
വല്ല സ്ഥാനവുമുണ്ടോ? ഒരാൾക്കുമില്ല. അള്ളാഹു അവതരിപ്പിക്കും, അള്ളാഹു ഇറക്കും, അള്ളാഹു നിയമമാക്കും. അതിനെ ചോദ്യം ചെയ്യാനോ അത് പാടില്ല എന്ന് പറയാനോ അതിനെ തള്ളാനോ തടയാനോ ഒരാളും തന്നെയില്ല. എന്നിട്ട് അള്ളാഹു ആ നിയമനിർദ്ദേശങ്ങൾ അടിമകളോട് കൽപ്പിക്കും. പ്രവാചകന്മാരോട് വരെ അള്ളാഹു കൽപ്പിക്കും, നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. അള്ളാഹുവിന്റെ പരിപൂർണമായ ഉടമസ്ഥതയും അവന്റെ അധികാരവും അവന്റെ ആധിപത്യവും അറിയിക്കുന്നു ഈ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് പോലും അള്ളാഹുവിന്റെ വല്ല മതനിയമവും മാറ്റം വരുത്താൻ സാധിക്കുമോ? ഇല്ല. അവിടുന്ന് പോലും അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയായി തീരാനാണ് പരിശ്രമിച്ചത്. സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ളാഹുവിന്റെ മതനിയമങ്ങൾക്ക് കീഴൊതുങ്ങി. അള്ളാഹുവിന്റെ ആധിപത്യം അറിയിക്കുന്ന കാര്യമാണത്. മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ മൂന്നാമത് നമ്മൾ അള്ളാഹുവിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടങ്ങിയ മൂന്നാമത്തെ കാര്യം, അള്ളാഹു ആണ് പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നിശ്ചയിക്കുന്നത്. ഒരടിമ നന്മ ചെയ്താൽ, നേരത്തെ പറഞ്ഞ മതനിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ അതിന്റെ പ്രതിഫലം നിശ്ചയിക്കുന്നതും നൽകുന്നതും അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അള്ളാഹുവെ നീ അയാൾക്ക് ഇന്ന കൂലി കൊടുക്കണം എന്ന് പറയാൻ അധികാരമില്ല. അള്ളാഹു തീരുമാനിക്കും എന്താണ് ജസാ, എന്താണ് പ്രതിഫലം എന്ന് അള്ളാഹു തീരുമാനിക്കും. അതാണ് നടപ്പിലാവുക. സൃഷ്ടികൾക്ക് അതിൽ യാതൊരു കൈകടത്തലുമില്ല. നന്മ ചെയ്തവർക്ക് ഇന്ന ഇന്ന പ്രതിഫലമുണ്ട് എന്നും തിന്മ ചെയ്തവർക്ക് ഇന്ന ഇന്ന ശിക്ഷയുണ്ട് എന്നും അള്ളാഹു ആണ് തീരുമാനിക്കുക. സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് എന്തൊക്കെ നൽകണം അള്ളാഹു തീരുമാനിക്കും. അള്ളാഹു തീരുമാനിക്കും. അവൻ തീരുമാനിച്ചതാണ് നൽകുക. അതുപോലെ തന്നെ നരകത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് അതല്ലെങ്കിൽ തിന്മ ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷ അള്ളാഹുവാണ് അത് തീരുമാനിക്കുകയും അത് നൽകുകയും നടപ്പിലാക്കുകയും ചെയ്യുക. നീ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, ഇതാണ് അള്ളാഹുവിന്റെ പരിപൂർണമായ നിയന്ത്രണം എന്ന് പറഞ്ഞത്. ഇതിലൊന്നും സഹോദരങ്ങളെ ഒരാൾക്കും ഒരു കൈകടത്തലുകളുമില്ല. ആരൊക്കെ വന്ന് നമ്മൾ അങ്ങനെ ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, നമ്മളെ കൈപിടിച്ചാൽ പേടിക്കേണ്ടതില്ല, ഇന്ന ആളെ പിന്നാലെ കൂടിയാൽ അയാൾ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കയറ്റും, ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുൽക്ക്, അവന്റെ അധികാരം മനസ്സിലാക്കിയ ഒരാൾ അത് പറയുകയില്ല. അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈകടത്തുന്ന രൂപത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന ഇന്നത് ചെയ്യും, മലക്കുൽ മൗത്തിനെ വരെ തിരിച്ചയക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഖബറിൽ വന്ന മുൻകർ നക്കീർ എന്ന രണ്ട് മലക്കുകളോട് പോലും തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞവരുണ്ട് എന്നാണ്. നഊദു ബില്ലാഹ്. അള്ളാഹുവിന്റെ തീരുമാനം, അവൻ നിശ്ചയിച്ച കാര്യങ്ങൾ അത് തടയാനോ അതിനെതിര് പ്രവർത്തിക്കാനോ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ പരിപൂർണമായ ഉടമസ്ഥാവകാശത്തിൽ ഉള്ള കാര്യമാണ്. സഹോദരങ്ങളെ നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അധികാരത്തിന്റെ യാഥാർത്ഥ്യം എന്നാൽ അത് അതിന്റെ പരിപൂർണത എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് നൽകുന്നവൻ. അള്ളാഹു മാലിക്കാണ്, അള്ളാഹു മലിക്കാണ്, അള്ളാഹു മലീക്കാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അള്ളാഹു ആണ് നൽകുന്നവൻ, വേറൊരാളും നൽകാനില്ല. അള്ളാഹു ആണ് തടയുന്നവൻ, അള്ളാഹു തടഞ്ഞത് നൽകാനോ അള്ളാഹു നൽകിയത് തടയാനോ ഒരാളും തന്നെ ഇല്ല. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് നിസ്കാരത്തിന് ശേഷം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ഒരാളുമില്ല. കാരണം അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണെല്ലാം, അള്ളാഹുവിന്റെ അധികാര പരിധിയിലുള്ളതാണെല്ലാം.
അവന്റെ ആധിപത്യത്തിന് കീഴിലാണ് എല്ലാം ഉള്ളത്. അള്ളാഹു നൽകിയത് തടയാൻ ഒരാളുമില്ല, അള്ളാഹു തടഞ്ഞത് നൽകാൻ ഒരാളും തന്നെയില്ല. അള്ളാഹു ആണ് ആദരിക്കുന്നവൻ. ഒരാൾക്ക് ആദരവ് കിട്ടിയെങ്കിൽ അയാൾക്ക് ആദരവ് നൽകിയത് അള്ളാഹുവാണ്. ഒരാളെ നിന്ദിക്കുന്നതും അപമാനിക്കുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവാണ് പ്രതിഫലവും ശിക്ഷയും നൽകുന്നവൻ, അത് നിശ്ചയിക്കുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഏറ്റെടുക്കുന്നവൻ, അവനാണ് കൈയൊഴിയുന്നവൻ. അള്ളാഹു ഒരാളെ ഏറ്റെടുത്താൽ പിന്നെ വേറൊന്നും പേടിക്കേണ്ടതില്ല. അവനാണ് അൽ മൗല. എന്നാൽ അള്ളാഹു ഒരാളെ കൈയൊഴിഞ്ഞാൽ പിന്നെ ഏറ്റെടുക്കാൻ ഒരാളും തന്നെ ഇല്ല. അള്ളാഹുവാണ് പ്രതാപം നൽകുന്നവൻ. അള്ളാഹുവാണ് ഒരാൾക്ക് അന്തസ്സും പ്രതാപവും നൽകുന്നവൻ. അള്ളാഹുവാണ് നിന്ദ്യത പതിത്വം നൽകുന്നത്. അള്ളാഹു പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, പറയുക അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക്, സർവാധിപത്യമുള്ള സർവ്വതിന്റെയും ഉടമസ്ഥൻ, അതിന്റെ എല്ലാം രാജാതിരാജനായ അല്ലാഹുവേ, തുഅ്തിൽ മുൽക മൻ തശാഉ, റബ്ബേ, നീ ഉദ്ദേശിച്ചവർക്ക് നീ ഉടമസ്ഥത അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, അല്ലാഹുവേ, നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് നീ അധികാരം ഊരിയെടുക്കുന്നു. വതുഇസ്സു മൻ തശാഉ, അല്ലാഹുവേ, നീ ഉദ്ദേശിച്ചവർക്ക് നീ പ്രതാപം നൽകുന്നു, അന്തസ്സ് നൽകുന്നു. വതുദില്ലു മൻ തശാഉ, അല്ലാഹുവേ, നീ ഉദ്ദേശിച്ചവരെ നീ നിന്ദ്യരാക്കുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കൈകളിലാണ് എല്ലാ നന്മയും ഉള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുവേ, നീയാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, തൂലിജുൽ ലൈല ഫിൻ നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. സൂറത്തു ആലി ഇംറാനിൽ അല്ലാഹു പറയുകയാണ്, രാത്രിയെ പകലിലേക്ക് കൊണ്ടുവരുന്നവൻ, പ്രവേശിപ്പിക്കുന്നവൻ, പകലിനെ രാത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നവൻ. അഥവാ മാറി മാറി വരുന്ന രാപ്പകലുകൾ അള്ളാഹുവിന്റെ അധീനതയിലുള്ളതാണ്, അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, അവന്റെ ആധിപത്യത്തിന് കീഴിലുള്ളതാണ്. ജീവനില്ലാത്തതിൽ നിന്ന് അള്ളാഹു ജീവനുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. കണ്ടിട്ടില്ലേ, നിർജീവമായ ഒരു ധാന്യമണി, അതല്ലെങ്കിൽ ഒരു വിത്ത്, അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുളപ്പിക്കുന്നു. തിരിച്ചും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ. അതുപോലെ അള്ളാഹു അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് കണക്കില്ലാതെ റിസ്ഖ്, ഉപജീവനം നൽകുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനോട് ആകാശഭൂമികളിൽ ഉള്ളവരെല്ലാവരും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാവരും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും അള്ളാഹു അവന്റെ കാര്യത്തിലാണ്, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നേരത്തെ പറഞ്ഞതുപോലെ നൽകുന്നു, തടയുന്നു, പാപങ്ങൾ പൊറുക്കുന്നു, പ്രയാസങ്ങൾ നീക്കുന്നു, ബുദ്ധിമുട്ടുകൾ മാറ്റുന്നു, സഹായിക്കുന്നു. അള്ളാഹു ശക്തി പകരുന്നു, ചോദിക്കുന്നവർക്ക് നൽകുന്നു. ആളുകൾക്കിടയിൽ കാര്യങ്ങൾ ഒരു സന്ദർഭത്തിൽ സമ്പന്നത ഉണ്ടാകും, ചിലപ്പോൾ ദാരിദ്ര്യമായിരിക്കും. ഇങ്ങനെ മാറി മാറി വരുന്ന ജനങ്ങളുടെ അവസ്ഥ തുടങ്ങി ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈകളിലാണ്, അവന്റെ അധികാര പരിധിയിലാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുൽക്ക്, അള്ളാഹുവിന്റെ അധികാരം ചിന്തിച്ചു നോക്കൂ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, അള്ളാഹു പറഞ്ഞില്ലേ, ഏതൊരുവന്റെ കയ്യിലാണോ സർവാധിപത്യമുള്ളത് അവൻ അനുഗ്രഹപൂർണനായിരിക്കും. എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അരികിലാണ്, അവന്റെ കൈകളിലാണ് മലകൂതു കുല്ലി ഷൈ,
എല്ലാറ്റിൻ്റെയും സർവാധികാരമുള്ളത്, സർവാധിപത്യമുള്ളത്. അതുകൊണ്ട് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അധികാരം പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, മാലിക് യൗമിദ്ദീൻ, അള്ളാഹു അത് പരലോകത്തെ കുറിച്ചാണ് പറഞ്ഞത്. പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാറ്റിന്റെയും ഉടമസ്ഥനാണ്. പക്ഷെ പരലോകത്ത് അള്ളാഹു അവന്റെ അധികാരം പ്രത്യേകം എടുത്തു പറഞ്ഞത് ദുനിയാവിലുള്ള അധികാരമുള്ള ആളുകൾ, ഉടമസ്ഥരായ ആളുകൾ, ഇവരൊക്കെ പരലോകത്ത് വന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണെന്ന് ഉടമസ്ഥൻ. അവന് മാത്രമേ അന്ന് അധികാരം ഉണ്ടാവുകയുള്ളൂ. അവന്റെ അധികാരമോ അവന്റെ ഉടമസ്ഥതയോ ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല. ബാക്കിയുള്ള പടപ്പുകളുടേതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഉടമസ്ഥതയും അവരുടെ അധികാരവും തീർന്നു പോകും, ഇല്ലാതായി പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവന്റെ മുൽക്ക്, അവന്റെ അധികാരം, അവന്റെ ഉടമസ്ഥത, ഇതൊക്കെ നമ്മെ അറിയിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കാര്യത്തിലെല്ലാം അല്ലാഹു ഏകനാണ് എന്നറിയിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവൻ അതിൽ യാതൊരു പങ്കുകാരുമില്ല. അല്ലാഹുവിന് ഈ പറഞ്ഞ അധികാരത്തിൽ, ഉടമസ്ഥതയിൽ ഒരു പങ്കാളിയുമില്ല, ഒരു പങ്കുകാരുമില്ല. അതുകൊണ്ട് തന്നെ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്നാണ് അല്ലാഹു ഇത് പറഞ്ഞുകൊണ്ട് നമ്മെ അറിയിച്ചത്. നോക്കൂ, അല്ലാഹു പറഞ്ഞു, ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. അവനാകുന്നു, ആ അല്ലാഹു ആകുന്നു നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക്, അവനാണ് സർവാധിപത്യമുള്ളത്, എല്ലാറ്റിന്റെയും ഉടമസ്ഥതയുള്ളത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നോക്കൂ സഹോദരങ്ങളെ, അധികാരമുള്ള, ഉടമസ്ഥതയുള്ള, ഒരിക്കലും നശിച്ചു പോകാത്ത, തീർന്നു പോകാത്ത ഉടമസ്ഥതയുള്ള, എല്ലാറ്റിന്റെയും രാജാതിരാജനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, സൂറത്ത് സുമറിൽ നമുക്ക് കാണാം, ഫഅന്നാ തുസ്റഫൂൻ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് തെറ്റിപ്പോകുന്നത്? എല്ലാറ്റിന്റെയും അധികാരവും ആധിപത്യവും റബ്ബിനാണുള്ളത് എന്ന് മനസ്സിലാക്കി പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിപ്പോകുന്നത്? എന്നിട്ടും തെറ്റിപ്പോകുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. എന്നിട്ടും അള്ളാഹു അല്ലാത്ത, ഒരധികാരവും ഇല്ലാത്ത, ഒരു ഉടമസ്ഥതയും ഇല്ലാത്ത, ഒന്നിനും കഴിവില്ലാത്ത ആളുകളെ ആരാധിക്കുന്നവരുടെ ആ ദുരവസ്ഥയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് തെറ്റിപ്പോകുന്നത്? അള്ളാഹുവിന്റെ ചോദ്യം നോക്കൂ നിങ്ങൾ, ഫഅന്നാ തുസ്റഫൂൻ, എങ്ങനെയാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ മാറി മറിഞ്ഞു പോകുന്നത്? അള്ളാഹു പറഞ്ഞു, നോക്കൂ, ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ്, ഹഖായിട്ടുള്ള മലിക്, ഉടമസ്ഥൻ, അള്ളാഹുവിന്റെ മലിക്ക്, അള്ളാഹുവിന്റെ മുൽക്ക്, അള്ളാഹുവിന്റെ അധികാരം, അത് ഹക്കാണ്, അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വഹുവ റബ്ബുൽ അർശിൽ കരീം, അള്ളാഹു മഹത്തായ അർശിന്റെ റബ്ബാകുന്നു. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാവട്ടെ, എന്തുമാവട്ടെ, അവർക്കൊന്നും ഒരു അധികാരമോ ഒരു ഉടമസ്ഥതയോ ഇല്ല. അവരുടെ സ്വന്തം കാര്യം തന്നെ നിയന്ത്രിക്കാൻ, അധീനപ്പെടുത്താൻ അവർക്കൊന്നും സാധ്യമല്ല. നോക്കൂ, ആരാധിക്കപ്പെടുന്ന ആൾ ദൈവങ്ങളുടെ അടിമകളുടെ മുന്നിൽ വെച്ച് അവരതാ മറിഞ്ഞു വീണ് മരിച്ചു പോകുന്നു. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, സ്വന്തം ശരീരം വരെ ഉടമസ്ഥതയിൽ ഇല്ലാത്ത ആൾ ദൈവങ്ങളാണ് മറ്റുള്ളവർക്ക് സമാധാനവും ആശ്വാസവും ദീർഘായുസും അഭിവൃദ്ധിയും ഒക്കെ നൽകാൻ വന്നിരിക്കുന്നത്.
നോക്കൂ, എന്താണ് നോക്കൂ അവസ്ഥ നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരൊക്കെ ഉണ്ടോ അവരുടെ സ്വന്തം നഫ്സിന് പോലും, അവരുടെ സ്വന്തം കാര്യം പോലും അവരുടെ അധീനതയിലില്ല. ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. അവരുടെ ജീവിതമോ അവരുടെ മരണമോ അവരുടെ ഉയർത്തെഴുന്നേൽപ്പോ ഒന്നും അവരുടെ കൈകളിലില്ല. അല്ലാഹുദാ ഒരുപാട് സ്ഥലങ്ങളിൽ, പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു ഈ കാര്യം അറിയിച്ചിരിക്കുന്നു. അള്ളാഹു അൽ മലിക്കാണ്, അൽ മാലിക്കാണ്, അൽ മലീക്കാണ്. എന്നാൽ അള്ളാഹുവിന് പുറമെയുള്ള ആളുകളുടെ അവസ്ഥ നിങ്ങൾ നോക്കൂ. അള്ളാഹു പറയുകയാണ്, വത്തഖദൂ മിൻ ദൂനിഹി ആലിഹതൻ, അള്ളാഹുവിന് പുറമെ അവർ ഇലാഹുകളെ സ്വീകരിച്ചു. ആരാധിക്കപ്പെടുന്ന പലരെയും അവർ സ്വീകരിച്ചു. ഇബാദത്തുകൾ സമർപ്പിച്ചുകൊണ്ട്, വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്, ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് അവർ പല ഇലാഹുകളെയും അവർ സ്വീകരിക്കുകയുണ്ടായി. എന്നാൽ ആ ഇലാഹുകളുടെ അവസ്ഥ എന്താണ്? ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അവരൊന്നും ഒരു കാര്യത്തെയും സൃഷ്ടിക്കുന്നില്ല, അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. മറിച്ച് അവർ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അവിടെ തന്നെ എന്തായി? അവിടെ തന്നെ അവർ പരാജയപ്പെട്ടു. ഏതൊരുവനാണോ സ്രഷ്ടാവ് അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. മുന്നേ അള്ളാഹുവിന്റെ അൽ ഖാലിഖ്, അൽ ഖല്ലാഖ്, അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ എന്നീ നാമങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. എന്നിരിക്കെ അള്ളാഹു പറയുകയാണ്, നോക്കൂ, അവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല, അവരാകട്ടെ സൃഷ്ടികളാണ്. വലാ യംലികൂന ലിഅൻഫുസിഹിം ളർറൻ വലാ നഫഅൻ. അള്ളാഹുവിന്റെ ആയത്ത് നിങ്ങൾ നോക്കണം. വലാ യംലികൂൻ, അവർ ഉടമപ്പെടുത്തുന്നില്ല, അവർ അധീനപ്പെടുത്തുന്നില്ല, ലിഅൻഫുസിഹിം, അവരുടെ സ്വന്തം കാര്യം, അവരുടെ സ്വന്തം കാര്യത്തിൽ തന്നെ ളർറൻ വലാ നഫഅൻ, ഉപദ്രവമോ ഉപകാരമോ. അവർക്കൊരു ഉപകാരം തങ്ങളുടെ സ്വന്തത്തിന്, അവനവന്റെ കാര്യത്തിൽ അവരുടെ അധീനതയിലില്ല. എന്തെങ്കിലും ഒരു നന്മ കിട്ടണം, എന്തെങ്കിലും ഒരു നന്മ വരണം എന്ന് അവർ വിചാരിച്ചാൽ പോലും നടക്കുകയില്ല, അവരുടെ അധീനതയിലില്ല. ഇനി വല്ല ഉപദ്രവവും തടുക്കാൻ സാധിക്കുകയില്ല. വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ, അവർ അവരുടെ സ്വന്തത്തിന് ഒരു കാര്യവും അധീനപ്പെടുത്തുന്നില്ല എന്നതുപോലെ തന്നെയാണ് മരണമോ ജീവിതമോ ഉയർത്തെഴുന്നേൽപ്പോ അവരുടെ അധീനതയിലില്ല. എപ്പോൾ മരിക്കണം അവർക്ക് തീരുമാനിക്കാൻ സാധിക്കുകയില്ല. എപ്പോഴാണ് മരിക്കേണ്ടതെന്ന് അള്ളാഹു തീരുമാനിക്കും. സൃഷ്ടിച്ചവനായ അള്ളാഹു, ഉടമസ്ഥനായ അള്ളാഹു, ആധിപത്യമുള്ള മലിക്കുൽ ജബ്ബാറായ അള്ളാഹു, രാജാതിരാജനായ അള്ളാഹു തീരുമാനിക്കും എത്ര കാലം ജീവിക്കണം. അള്ളാഹു തീരുമാനിക്കും എപ്പോൾ മരിക്കണം. അള്ളാഹു തീരുമാനിക്കും എപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കണം. ഇതൊന്നും ഒരാളുടെയും അധീനതയിലില്ല. എന്നിട്ടും അള്ളാഹു ആദ്യം പറഞ്ഞ വാക്കിലേക്കാണ് നമ്മൾ തിരിച്ചു മടങ്ങേണ്ടത്. എന്നിട്ടും അവർ അള്ളാഹുവിന് പുറമെ ചില ഇലാഹുകളെ നിശ്ചയിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങേയറ്റത്തെ ദുർബലരാണ് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ, അവരാരായാലും ശരി, ആരായാലും ശരി, അവർ അങ്ങേയറ്റം ദുർബലരാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ് അവർ ആരായാലും ശരി. എന്നിരിക്കെ എന്തിനാണ് അവർ ഇലാഹുകളായി സ്വീകരിച്ചത്? അതാ അള്ളാഹു മറ്റൊരായത്തിൽ സൂറത്തു ഫാത്തിറിൽ ഒന്നുകൂടി വിശാലമാക്കി പറയുകയാണ്. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ ശംസ വൽ ഖമറ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. രാത്രിയെ പകലിലേക്കും പകലിനെ രാത്രിയിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും അവന്റെ കൽപ്പനക്ക് വിധേയമാക്കിയിരിക്കുന്നു. അവയെല്ലാം കൃത്യമായ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ കാര്യം മാത്രം ചിന്തിച്ചു നോക്കൂ.
രാപ്പകലുകളുടെ കാര്യം അള്ളാഹു അവന്റെ അധികാരവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ. എന്തുകൊണ്ടാണ്? ആരാണ് സഹോദരങ്ങളെ പ്രഭാതം കൊണ്ടുവരുന്നത്? ആരാണ് രാവിലെ ആക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും രാത്രി മതി എന്ന് തീരുമാനിച്ചാൽ, ഖുർആനിൽ അള്ളാഹു ചോദിച്ചതുപോലെ, ആരുണ്ട് നിങ്ങൾക്ക് പിന്നെ പകല് കൊണ്ടുവന്നു തരാൻ? രാത്രി അള്ളാഹു കൊണ്ടുവരുന്നു, പകല് മാത്രം മതി എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ആരുണ്ട് രാത്രി കൊണ്ടുവരാൻ? ചിന്തിച്ചു നോക്കൂ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതം? പകല് മാത്രമാണെന്ന് വിചാരിക്കുക, എന്തായിരിക്കും? മനുഷ്യന് ജീവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു രാത്രി നൽകിയത്. രാത്രി വിശ്രമിക്കാനുള്ളതാണ്. രാത്രി സമാധാനിക്കാനും വിശ്രമിക്കാനും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. രാത്രി മാത്രമാക്കിയാലോ ഉറങ്ങാനേ നേരം ഉണ്ടാവുള്ളൂ, വിശ്രമിക്കാനേ നേരം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. അള്ളാഹു പ്രഭാതം പകൽ നൽകി, അപ്പൊ നമുക്ക് ഉപജീവനം അന്വേഷിച്ച് ചെല്ലാൻ സാധിക്കുകയുള്ളൂ. ജോലിക്കോണ്ടേ, കൂലിക്കോണ്ടേ, കച്ചവടം ചെയ്യണ്ടേ? പകൽ അള്ളാഹു നിശ്ചയിച്ചു. ചിന്തിച്ചു നോക്കൂ, ഇതിൽ ആർക്കെങ്കിലും വല്ല പങ്കാളിത്തവും ഉണ്ടോ? ലോകത്ത് ആര് ഏത് ഇലാഹിനെ കൊണ്ടുവന്നാലും സൂര്യനെ കൃത്യസമയത്ത് കൊണ്ടുവരുന്നവൻ അള്ളാഹു മാത്രമാണ്. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായിക്കൊണ്ടാണ്. ചന്ദ്രൻ കൃത്യമായി ഉദിക്കുന്നതും തിരിച്ചു പോകുന്നതും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായിക്കൊണ്ടാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആരാധിക്കുന്നവർ അദ്ദേഹമാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിയുള്ളവർക്ക് നിർവാഹമില്ല. എന്തുകൊണ്ട്? അദ്ദേഹം ജനിക്കുന്നതിന് മുന്നേ സൂര്യനും ചന്ദ്രനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി, അതിനുശേഷവും സൂര്യനും ചന്ദ്രനും രാപ്പകലുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനി കല്ലുകളാണോ, മരങ്ങളാണോ, ബിംബങ്ങളാണോ, വിഗ്രഹങ്ങളാണോ, നബിമാരാണോ, അമ്പിയാക്കളാണോ, ഔലിയാക്കളാണോ, അവരാണോ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാരെങ്കിലും പറഞ്ഞാൽ നിർവാഹമില്ല. എന്തുകൊണ്ട്? നിർജീവ വസ്തുക്കളാണ്, കേൾക്കില്ല, കാണില്ല, മിണ്ടില്ല. ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ഇനി മരണപ്പെട്ടു പോയവർ അവരുടെ സ്വന്തം ശരീരത്തിന് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവർ മരണത്തിന് കീഴടങ്ങിയത്. മരിച്ചുപോയില്ലേ? വഫാത്തായി പോയില്ലേ? എന്തിനാണ് അവർ മരിച്ചുപോയത്? എന്തുകൊണ്ടാണ് അവർ വഫാത്തായി പോയത്? അവർക്ക് രോഗം ബാധിച്ചിരുന്നു, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അവരൊന്നും ആകാശഭൂമികൾ നിയന്ത്രിക്കാനോ സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കാനോ സാധിക്കാത്തവരാണ്, ദുർബലരാണ്. ഈ കാര്യം സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സ്ഥലങ്ങളിലും, ബഹുഭൂരിപക്ഷം ധാരാളം സ്ഥലങ്ങളിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്ക് അത് മാത്രം മതിയായതാണ്. അള്ളാഹുവിന്റെ ആധിപത്യം, അവന്റെ ഉടമസ്ഥത, അവന്റെ അധികാരം എന്തുമാത്രം വിശാലതയുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, നോക്കൂ, അതെല്ലാം കൃത്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യൻ കുറച്ച് നേരത്തെ വരിക, ചന്ദ്രൻ വൈകി വരിക ഇല്ല. കൃത്യമായി പകൽ വന്നു കഴിഞ്ഞാൽ അത് അസ്തമിക്കാൻ സമയമായി കഴിഞ്ഞാൽ അത് അസ്തമിക്കും. രാത്രി ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്കും വരും. പരസ്പരം കൂടിക്കലരുന്നില്ല, ഒരു പ്രശ്നമുണ്ടാകുന്നില്ല, കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് അള്ളാഹു പറഞ്ഞത്, ദാലികും അല്ലാഹു റബ്ബുക്കും. ഈ പറഞ്ഞ ഇതിനൊക്കെ നിയന്ത്രണ വിധേയമാക്കിയ അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക്, അതാണ് വിഷയം. ലഹുൽ മുൽക്ക്, ഇതിനൊക്കെ നിയന്ത്രിക്കാൻ, ഇതിനൊക്കെ അധീനപ്പെടുത്താൻ കഴിവുള്ളവൻ, അധികാരമുള്ളവൻ, ഉടമസ്ഥതയുള്ളവൻ അള്ളാഹു മാത്രമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരൊരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ മുകളിലുള്ള പാട പോലും അധീനപ്പെടുത്തുന്നില്ല. വാക്ക് നോക്കണം നിങ്ങൾ.
അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അതാരുമാകാം. അള്ളാഹുവിന്റെ മലക്കുകളാവട്ടെ, നബിമാരാകട്ടെ, ജിന്നുകളാകട്ടെ, മനുഷ്യരാകട്ടെ, ഔലിയാക്കന്മാരാകട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, എന്തുമാവട്ടെ, നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ, മാ യംലികൂന മിൻ ഖിത്മീർ, അവരൊന്നും ഒരു ഈത്തപ്പഴത്തിന്റെ കുരു എന്നല്ല പറഞ്ഞത്, ആ കുരുവിന്റെ മുകളിലുള്ള നേർത്ത പാട, അതിനാണ് ഖിത്മീർ എന്ന് പറയുക, അതുപോലും അവരുടെ അധീനതയിലില്ല. അതുപോലും ഇല്ലാത്ത ആളുകളെ, സഹോദരങ്ങളെ, വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ബുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്നിട്ട് അല്ലാഹു പറയുക, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടു എന്ന് നിങ്ങൾ ഒരു വാദത്തിന് വേണ്ടി സമർത്ഥിച്ചാലും ശരി, മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. സുബ്ഹാനല്ലാഹ്, തൗഹീദിന്റെ തെളിവ് നോക്കൂ സഹോദരങ്ങളെ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. ചില ആളുകൾ ചോദിക്കാറുണ്ട്, അള്ളാഹു കൊടുത്ത കഴിവെന്നാണ് നമ്മൾ ചോദിക്കുന്നത്, അങ്ങനെ ചോദിച്ചൂടെ? അള്ളാഹു അങ്ങനെ കൊടുത്തിട്ടില്ല എന്നാണ് ഖുർആനിൽ പറഞ്ഞത്, എന്തേ കൊടുത്തൂടെ എന്ന് ചോദിക്കും. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അള്ളാഹു പറയുന്നു കൊടുത്തിട്ടില്ല. മാ യംലികൂന മിൻ ഖിത്മീർ, അതുപോലും അവരുടെ കൈകളിലില്ല, അതുപോലും അവരുടെ അധീനതയിലില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലെ രക്ഷാശിക്ഷകളും നമ്മുടെ പ്രയാസ ദുരിതങ്ങളും നമുക്ക് സന്താന സൗഭാഗ്യവും ഇതൊക്കെ ഈ ആളുകളുടെ കൈകളിലാണ് എന്ന് പറഞ്ഞാൽ, ഇവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സഹോദരങ്ങളെ വിശ്വസിക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ ആയത്തുകളാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അതല്ല ഇതുപോലെ ഇല്ലാ കഥകൾ പറയുന്ന ആളുകളുടെ വാക്കുകളാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്നിട്ട് അള്ളാഹു പറയുകയാണ്, നോക്കൂ, അധികാരമില്ല അവർക്ക്, അധീനതയിലില്ല, ഉടമസ്ഥതയിലില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുകയാണെന്ത്, നിങ്ങൾ വിളിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുകയില്ല. എന്താ കേട്ടൂടെ? കേട്ടൂടെ എന്ന് ചോദിച്ചാൽ കേട്ടു എന്ന് സങ്കല്പിക്കുക. മസ്തജാബൂലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ പറഞ്ഞത്, ബല്ലേ നീലെത്തീന്നു, എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പാടി പുകഴ്ത്തുന്ന മുഹീദ്ദീൻ മാലയിലെ വരികളാണിത്. എവിടെ നിന്ന് വിളിച്ചാലും വായി പൂട്ടുന്നതിന് മുന്നേ ഉത്തരം നൽകും മുഹീദ്ദീൻ ശൈഖ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നു. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം മഹാനായ പണ്ഡിതനാണ്, അഹ്ലുസുന്നത്തിന്റെ ഇമാമാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റഹിമഹുല്ലാ എന്ന് ദുആ ചെയ്യുന്നത്. പക്ഷെ ആ ആദരവ്, ബഹുമാനം അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ നമുക്ക് നിർവാഹമില്ല. വായി പൂട്ടുന്നതിന് മുന്നേ ഉത്തരം നൽകുമെന്നാണ് മുഹീദ്ദീൻ ശൈഖ്, അങ്ങനെയാണ് പാടി പറയുന്നത്. അള്ളാഹു പറയുന്നു, നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല. എങ്ങനെയാണ് സഹോദരങ്ങളെ? ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ, വഫാത്താകുന്നതിന് മുന്നേ തന്നെ ഒരാൾ മുഹീദ്ദീൻ ശൈഖിനെ മലയാളത്തിൽ വിളിച്ചാൽ കേൾക്കോ? ഇത്ര ദൂരത്ത് ബഗ്ദാദിലുള്ള മുഹീദ്ദീൻ ശൈഖിനെ കേരളത്തിൽ നിന്ന് ഒരാൾ വിളിച്ചാൽ അദ്ദേഹം കേൾക്കോ? കേൾക്കൂല. ഇനി കേട്ടു എന്ന് വിചാരിക്ക, അദ്ദേഹത്തിന് ഭാഷ മനസ്സിലാവോ? ചിന്തിച്ചു നോക്കണം നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടാവും, കേട്ടൂടെ, കൊടുത്തൂടെ, മസ്തജാബൂലക്കും, ഉത്തരം തരൂല, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. അതോടുകൂടി പൊളിഞ്ഞില്ലേ? പിന്നെ ചോദിച്ചിട്ട് എന്താ കാര്യമുള്ളത്? പിന്നെ എന്തിനാണ് നമ്മൾ ഇസ്തിഗാസയാണ് ചെയ്യുന്നത്? നമ്മൾ ദുആ അല്ല ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ ചോദിക്കുന്നതാണ്, കൊടുത്ത കഴിയുന്നതാണ് ചോദിക്കുന്നത്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ത്? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അത് പറഞ്ഞ റബ്ബിനെ വിട്ടിട്ടാണ് ഒരു കഴിവും കൊടുക്കാത്ത ആളുകളുടെ പിന്നാലെ പോകുന്നത്. മനുഷ്യന്റെ ബുദ്ധികൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിയതാണ്. ശിർക്ക് എന്നത് അങ്ങേയറ്റം ദുർബലമാണ്, ബാലിശമാണ് എന്നത് ഇതാ ഓരോ ആയത്തുകളും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. തൗഹീദിന്റെ തെളിവ് എത്ര ബലവത്താണെന്ന് നോക്കൂ നിങ്ങൾ. ഒരാളുടെ മുന്നിലും തലകുനിക്കാതെ നമുക്ക് പറയാം,
ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഏകനായ റബ്ബിനെ മാത്രമാണ്. അവൻ ഹയ്യാണ്, ഒരിക്കലും മരിക്കുകയില്ല. അവൻ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനാണ്. അവൻ സർവാധിപത്യമുള്ളവനാണ്. ആരോടും പറയാം. എന്നാലോ മരണപ്പെട്ടു പോയ ആളുകളെയാണ് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. കാരണം അവർ വിളിച്ചാൽ അവർ വിളി കേൾക്കുകയില്ല, ഉത്തരം നൽകുകയില്ല എന്ന് നമ്മെ സൃഷ്ടിച്ച അള്ളാഹു അവൻ പരിശുദ്ധ ഖുർആനിൽ നമ്മെ അറിയിക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, ഖിയാമത്ത് നാളിൽ ഈ ആളുകൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കും. അള്ളാഹു നിങ്ങൾ ദുആ ചെയ്താൽ, നിങ്ങൾ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ആ വിളിയെ പറഞ്ഞത് ഷിർക്ക് എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, തേട്ടം, ഇസ്തിഗാസ അത് ഷിർക്കാണെന്ന് പറയാനുള്ള കാരണം അള്ളാഹുവിന്റെ കിതാബിൽ ആയത്താണ്. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, ഖിയാമത്ത് നാളിൽ അവർ നിങ്ങളുടെ ഷിർക്കിനെ നിഷേധിക്കും. മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയും, ഞാൻ അറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയും, ഞാൻ അറിയില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറയും, ഞാൻ അറിയില്ല. മഹാന്മാരായ ബദരീകൾ റളിയല്ലാഹു അൻഹും അവർ പറയും, ഞങ്ങൾ അറിയില്ല, ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നവർ പറയും. ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കും. കാരണം അവരെല്ലാവരും പഠിപ്പിച്ചത് അള്ളാഹുവിനെ വിളിക്കാനാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ല, ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവനും സമൂഹത്തോട് പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായി അള്ളാഹു അയച്ച റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ എന്താണ്? ഫഖുൽതു, അള്ളാഹുവെ ഞാൻ അവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. അള്ളാഹുവിനോടാണ് പാപമോചനം തേടേണ്ടത്. വദ്ദിനോടോ സുവാഇനോടോ യഗൂസിനോടോ യഊഖിനോടോ നസ്റിനോടോ അല്ല. അവരൊക്കെ മഹാന്മാരാണ്, സ്വാലിഹീങ്ങളായ ആളുകളാണ്. അവരോടല്ല നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആവലാതി ബോധിപ്പിക്കേണ്ടത്, നിങ്ങളുടെ പ്രയാസങ്ങൾ പറയേണ്ടത്, മറിച്ച് നിങ്ങളുടെ റബ്ബിനോടാണ് പറയേണ്ടത്. ഇന്നഹു കാന ഗഫാറ, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഇതുപോലെ പറഞ്ഞു തരാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. അടിമകളോടുള്ള അള്ളാഹുവിന്റെ ഗുണകാംക്ഷ നോക്കൂ നിങ്ങൾ. നേരത്തെ നമ്മൾ കേട്ടില്ലേ, അവൻ അൽ മലിക്കും മലീക്കും മാലിക്കും ഒക്കെയാണ്. എല്ലാ അധികാരവും ആധിപത്യവും സർവാധികാരവും ഒക്കെ ഉണ്ടായിരിക്കെ അവന്റെ ദുർബലരായ അടിമകളായ നമ്മോട് പറയുകയാണ്, ഇതാ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇത് പറഞ്ഞു തരാൻ അള്ളാഹുവിനെ പോലെ ഇത് നിങ്ങൾക്ക് അറിയിച്ചു തരാൻ മറ്റാരുമില്ല എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു നൽകുമ്പോൾ നമ്മൾ പറയാണ്, ഇല്ല റബ്ബേ, നമുക്ക് കുറെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കണം, നീ മാത്രം പോരാ എന്ന് പറഞ്ഞാൽ എന്തൊരു നിഷേധത്തിന്റെ വാക്കാണത്. മഹാന്മാർ, മഹത്തുക്കൾ, നബിമാർ, ഔലിയാക്കന്മാർ, അവരെ ബഹുമാനിക്കണം, അവരാദരിക്കണം. അവർ പഠിപ്പിച്ചത് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തങ്ങളെ നോക്കണേ, തങ്ങളെ കാക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ആയത്തുകൾ ഓതിത്തന്നത് ആരാണ്? ഈ ആയത്തുകൾ ഓതിത്തന്നത്? ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഓതിത്തന്നത്. സഹാബത്തിന് ഓതി കേൾപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞത് എന്താണ്? ഇൻ തദ്ഉഹും, അള്ളാഹുവിന്റെ ആയത്ത് ഓതി കേൾപ്പിക്കേണ്ടതാ, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല. ആരോടാണ് ഈ പറയുന്നത്? ആരെ വിളിച്ചു പ്രാർത്ഥിച്ചവരോടാണ് ഈ പറയുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചവർ ഉണ്ടായിരുന്നു. അതിൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിച്ചവരുണ്ട്. ലാത്തയെ, ഉസ്സയെ, മനാത്തയെ തുടങ്ങി അങ്ങനെയുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചവരോടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ത്? ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, നിങ്ങൾ ഇനി വല്ല ന്യായവും പറഞ്ഞു കേട്ടു എന്ന് സങ്കല്പിച്ചു, വസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, നിങ്ങൾ ചെയ്ത ഈ ഷിർക്കിനെ ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കും.
അല്ലാഹു അതാ മറ്റൊരായത്തിൽ സൂറത്തുൽ മാഇദയിൽ പറയുന്നു, ഖുൽ, ചോദിക്കുക. ചോദിക്കാനാണ് ബുദ്ധിയുള്ള ആളുകളോട്. അള്ളാഹുവിന്റെ ഈ ആയത്തുകൾ കേട്ടിട്ട് ചിന്തിക്കണം. നമ്മൾ ആരോടാണ് ദുആ ചെയ്യുന്നത്? നമ്മൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? എന്താണ് ചോദിക്കേണ്ടത്? അതഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾ ആരാധിക്കുകയാണോ? എന്താണ് അവരുടെ അവസ്ഥ? മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫഅൻ, നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ അവരുടെ അധീനതയിലില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്തു തരാൻ ഈ ആളുകൾക്കൊന്നും സാധ്യമല്ല. നിങ്ങൾക്ക് വല്ല ഉപദ്രവവും വന്നാൽ അതിനെ തട്ടി നീക്കാൻ ഈ ആളുകൾക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ചിന്തിച്ചു നോക്കണം. അള്ളാഹുവിന്റെ ചോദ്യം. കാരണം അള്ളാഹുവാണ്. എന്നിട്ട് ശേഷം പറയുകയാണ്, വല്ലാഹു ഹുവസ് സമീഉൽ അലീം, അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. ഏത് സ്ഥലത്ത് വെച്ച് വിളിച്ചാലും, ഏത് ഇരുട്ടത്ത് വിളിച്ചാലും, ഇരുട്ടത്ത് നിന്ന് വിളിച്ചാലും, വിജനപ്രദേശത്ത് പോയി വിളിച്ചാലും, കടലിനടിയിൽ പോയി വിളിച്ചാലും കേൾക്കുന്നവൻ അള്ളാഹുവാൻ. ആ കേൾക്കാനുള്ള കേൾവി അത് ഉടമപ്പെടുത്തിയവൻ അള്ളാഹുവാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് അതിന് കഴിവുള്ളവൻ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. നമ്മുടെ പ്രയാസം, നമ്മുടെ വിഷമം, നമ്മുടെ ആവശ്യം അള്ളാഹുവിന് അറിയാം. അത് തരാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിളിച്ചാൽ കേൾക്കാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മെക്കുറിച്ച് അറിയാത്ത, നമ്മളെ കുറിച്ച് അറിയോ? അള്ളാഹുവിന് നമ്മെക്കുറിച്ച് അറിയുന്നത് പോലെ ആർക്കാണ് പ്രിയമുള്ളവരെ നമ്മെക്കുറിച്ച് അറിയുക? നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മോട് കാരുണ്യമുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെക്കുറിച്ച് അറിയുന്നത് പോലെ ആർക്കാണ് നമ്മെക്കുറിച്ച് അറിയുക? നമ്മുടെ കാര്യങ്ങൾ ഉടമപ്പെടുത്തിയവൻ ആ റബ്ബാണ്. അതുകൊണ്ട് ആ റബ്ബിനോടാണ് ചോദിക്കേണ്ടത്, ആ റബ്ബിനാണ് ആരാധിക്കേണ്ടത് എന്നാണ് അള്ളാഹു പറയുന്നത്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ നിങ്ങൾ വിളിച്ചോളുക. എല്ലാരും നിങ്ങൾ വിളിച്ചോ. നിങ്ങൾക്കൊരു പ്രയാസം ബാധിച്ചാൽ ആ പ്രയാസം നീക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. പ്രയാസം കഷ്ടപ്പെട്ടിട്ട് ഇസ്തിഗാസ ചെയ്യുന്നു എന്നാണ് പറയാറുള്ളത്. അത്യാസന്ന ഘട്ടത്തിൽ നമ്മൾ ചോദിക്കുന്നു. നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ അള്ളാഹു അല്ലാത്ത ആരോട് നിങ്ങൾ ദുആ ചെയ്താലും അവർക്ക് ആ പ്രയാസം നീക്കാൻ സാധിക്കുകയില്ല. വല തഹ്വീല, നീക്കൽ പോയിട്ട് അത് നിങ്ങളിൽ നിന്ന് തിരിച്ചു മറ്റൊരാളിലേക്ക് വിടാൻ അവർക്ക് സാധ്യമല്ല. അവർക്കതിനുള്ള അധീനതയിലില്ല, അവരുടെ അധികാര പരിധിയിൽ അതില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മറ്റൊരായത്തിൽ സമാനമായി അള്ളാഹു പറയുകയാണ്, ഖുൽ ഉദ്ഉൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹി ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവരെ നിങ്ങൾ വിളിക്കുക. ആകാശഭൂമികളിൽ ഒരു മിസ്ഖാലു ദർറ പോലും, അഥവാ ഒരു ഉറുമ്പിന്റെ കാലിനോളം വരുന്ന അത്രയും അതുപോലും അവരുടെ അധീനതയിലില്ല. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. സഹോദരങ്ങൾ, നമ്മൾ ആരാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്? ആരോടാണ് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ടത്? ആരോടാണ് നമ്മുടെ പ്രയാസങ്ങൾ പറയേണ്ടത്? അള്ളാഹുവിനോടാണ്. കാരണം അവൻ അൽ മലിക്, അവൻ അൽ മാലിക്, അൽ മലീക്, അവനാണ് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ. നമ്മുടെ ഈ കാണുന്ന എല്ലാറ്റിൻ്റെ, ആകാശഭൂമികളുടെ, ഈ പ്രപഞ്ചം മുഴുവനും ഉടമപ്പെടുത്തിയവൻ അള്ളാഹുവാണ്. എല്ലാറ്റിൻ്റെയും ഉടമസ്ഥ ഉണ്ടായിരിക്കെ അള്ളാഹു അതിൻ്റെ രാജാവ് കൂടിയാണ്, രാജാതിരാജൻ കൂടിയാണ്. അവന് ഉടമസ്ഥതയുണ്ട്, അവന് അധികാരവുമുണ്ട്. തൻ്റെ ഉടമസ്ഥതയിലുള്ളത് എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ ചെയ്യണം എന്ന് അള്ളാഹുവിന് അറിയാം. അതിനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട്. അതുകൊണ്ട് ആ റബ്ബിനെ ഏകനാക്കണം, ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതാണ് അള്ളാഹു അവന്റെ നാമങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മെ അറിയിക്കുന്നത്. ഈ നാമങ്ങളൊക്കെ അള്ളാഹു എടുത്തു പറഞ്ഞത് ദാലിക്കും അല്ലാഹു റബ്ബുക്കും, ആ അള്ളാഹു ആണ് നിങ്ങളുടെ റബ്ബ്, അവനാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ പഠിച്ച നാമങ്ങളിലെല്ലാം പഠിക്കാനുള്ളതിലും ഏകനാക്കണം എന്നതുപോലെ തന്നെ ഇതാ ഈ നാമങ്ങളിലും അള്ളാഹു ഏകനാണ്.
അള്ളാഹു ഒരാൾക്കും അവന്റെ ഉടമസ്ഥത നൽകിയിട്ടില്ല. അള്ളാഹു ഒരാൾക്കും അവന്റെ അധികാരം പങ്കുവെച്ച് നൽകിയിട്ടില്ല. അവൻ മാത്രമാണ് ഉടമസ്ഥൻ, അവൻ മാത്രമാണ് അധികാരമുള്ളവൻ. അതുകൊണ്ട് അവനെ ഏകനാക്കണം, അവനൊരു പങ്കുകാരും നിശ്ചയിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവന് ആ നാമങ്ങളിൽ അടങ്ങിയിട്ടുള്ള വിശേഷണങ്ങളിലും അള്ളാഹുവിനെ ഏകനാക്കണം. നാമങ്ങളിലും വിശേഷണങ്ങളിലും അള്ളാഹു ഏകനാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ തൗഹീദ് ശരിയാവുകയുള്ളൂ, എങ്കിൽ മാത്രമേ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയുള്ളൂ. അതല്ലെങ്കിൽ അള്ളാഹു ചോദിച്ച ആയത്തുകൾ നമ്മൾ കേട്ടു, ഇനിയും ധാരാളം ആയത്തുകളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ നമ്മൾ പഠിച്ച നാമങ്ങൾ ഏതൊക്കെയാണ്? അള്ളാഹു, അൽ ഇലാഹ്, അർ റബ്ബ്, അർ റഹ്മാൻ, അർ റഹീം, അൽ ഹയ്യു, അൽ ഖയ്യൂം, അൽ ഖാലിഖ്, അൽ ഖല്ലാഖ്, അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ, അൽ മലിക്, അൽ മാലിക്, അൽ മലീക്. 16 നാമങ്ങൾ. അതിൽ അൽ ഖാലിഖ് എന്നത് 2 തവണ വന്നിട്ടുണ്ട്. 2 രൂപത്തിൽ അർത്ഥമായത് കൊണ്ടാണ് അൽ ഖാലിഖിന് ഒന്നാക്കിയാലും എത്രയായി? 15 നാമങ്ങൾ. 15 അള്ളാഹുവിന്റെ നാമങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കി. ചുരുങ്ങിയ വിശദീകരണത്തോടു കൂടി ഈ നാമങ്ങൾ പഠിക്കുകയും ഹിഫ്ളാക്കുകയും അത് മുഖേന അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയും അതിൻ്റെ താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യണം എന്ന് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകൾ, ന്യൂനതകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണം വരെ അള്ളാഹു അവന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാനും അതിലായി മരിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിലെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസവും രോഗശമനവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മെല്ലാവരെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.